അവരെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ ഞാൻ പ്രധാനമന്ത്രിയാവണം, അല്ലെങ്കിൽ അവരെക്കാട്ടി താഴ്ന്ന ചെറിയ ഉദ്യോഗസ്ഥൻ, അതായത് ഇവരൊക്കെ ആണെങ്കിൽ സ്ഥിരം ജീവനക്കാരെങ്കിലും പറയാം, ഞാൻ താൽക്കാലിക ജീവനക്കാരൻ. അപ്പോൾ എനിക്ക് ആ ഒരു ഇതേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്വയമേ കേസ് എഴുതി കൊടുത്തത്. എനിക്കറിയാം ഇവർ എനിക്ക് 8ൻ്റെ പണി തരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. തരും എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എനക്കുള്ള പണി ഞാൻ തരും. MLAയും പറഞ്ഞു, മാഡവും പറഞ്ഞു. അപ്പോൾ എന്തായാലും താൽക്കാലിക ജീവനക്കാരൻ എന്ന നിലയിൽ യദു തന്നെ മനസ്സിലാക്കുന്നുണ്ട് ജോലി നഷ്ടപ്പെടുമെന്ന്. ജോലി നഷ്ടപ്പെട്ടാലും ഈ കേസുമായി തന്നെ മുന്നോട്ട് പോകും. എന്താണെന്ന് വെച്ചാൽ ഞാൻ പണ്ട് 13-12 വർഷം പ്രൈവറ്റ് ബസ്സാണ് ഓടിയത്. അതെങ്കിലും ഓടി ജീവിക്കാതിരിക്കാൻ പറ്റില്ല. കൊച്ചു കിടക്കയല്ലേ, എൻ്റെ മോൻ കിടക്കയല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മോൻ്റെ കേസൊക്കെ പറഞ്ഞ് അവരെ കരഞ്ഞ് വിളിച്ച് കാര്യമൊക്കെ പിടിച്ച് സംസാരിച്ചപ്പോഴും അവർ പറയണേ എനിക്ക് 6 മാസമായൊരു കുഞ്ഞുണ്ട്, എനിക്കും ഭർത്താവുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഭർത്താവുണ്ട്, ഞാൻ എൻ്റെ ഒരു മോനെയും വെച്ച് 4.5 വയസ്സ് തൊട്ട് ഒറ്റയ്ക്ക് നോക്കുകയാണ്. എൻ്റെ വൈഫ് ഡിവോഴ്സാണ്, അപ്പോൾ മോന് മാത്രമേ എനിക്കുള്ളൂ, എൻ്റെ അമ്മയ്ക്ക് വയസ്സായതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അവർക്കൊരു കരുണ പോലും ഇല്ല, ഒരു കരുണയും ഇല്ല. എന്താ വെച്ചാൽ അവരൊക്കെ ആ ഈഗോ ഇങ്ങനെ അവർ മേയറെന്നുള്ള രീതിയിൽ ഞാൻ സമ്മതിച്ചില്ല എന്നുള്ള രീതി എനിക്കറിയത്തില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ അവരെ കാല് വരെ പിടിച്ചേരെ. സംഭവം മേയറാണെന്ന് കാല് അങ്ങ് വിടുന്നതാണ്, നമ്മൾ നാണക്കേടൊന്നും നോക്കൂല. ഇപ്പോൾ ഇത് നോക്കിയിട്ടൊന്നും കാര്യമില്ല. അവരെ പൊസിഷനും നമ്മളെ പൊസിഷനും എവിടെ കിടക്കണം, അവർ വലിയ ആൾ, നമ്മൾ താഴ്ന്ന ആൾക്കാർ. ഏതു എൻ്റെ ഒരു സംശയം കൂടി ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു ബസ് ഓടിച്ച് വരുന്നു, ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വാഹനം കാണുന്ന സമയത്ത് അതിന് ഓവർ കൊടുക്കും. ഇപ്പോൾ മേയറുടെ ബോർഡ് വെച്ചായിരുന്നു വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ യദുവിനെ മനസ്സിലാക്കാൻ സാധ്യമായിരിക്കുമായിരുന്നു ഇത് മേയറാണ് വരുന്നത്, മാറിക്കൊടുക്കണമെന്ന്. പക്ഷേ ഒരു സ്വകാര്യ ബസ്സിൽ വന്നിറങ്ങി അത് മേയറാണെന്ന് തിരിച്ചറിയാൻ, അത് യദുവിനെ തെറ്റു പറയാൻ സാധിക്കില്ല, മേയറാണെന്ന് തിരിച്ചറിഞ്ഞില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും യദു അവർ മേയറാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് തെറ്റാണ് ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ? അവർ മേയറാണ് വന്ന തെറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഞാൻ തെറ്റല്ല ചെയ്തത്. എൻ്റെ മുമ്പിൽ കാറും കൊണ്ട് വന്നിട്ട് ഈ ഹോൺ അടിച്ച് ലൈറ്റ് ഇട്ട് കാണിച്ചു തന്നെ മേയറിൻ്റെ വാഹനമാണെങ്കിൽ ഞാൻ ഒതുക്കി കൊടുത്തേനെ, സ്ഥലം ഇല്ലെങ്കിൽ പോലും സൈഡെങ്കിലും ചരിച്ച് വെച്ച് കൊടുത്തേനെ, മേയർ വാഹനം അങ്ങ് കയറി പോട്ടെന്നുള്ള രീതിയിൽ. സംഭവം ഇത് പേഴ്സണലായിട്ടുള്ള യൂസിനുള്ള വാഹനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കൂല, മേയറാണോ അതിൻ്റെ അകത്ത് കളക്ടറാണോ DGP ആണോ MLA ആണോ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ.